നമസ്കാരം. ന്യൂസ് ഫോർക്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കൊല്ലം ജില്ലയിലെ ആദ്യമായിട്ട് AC പ്രൈവറ്റ് ബസ്, അതും റൂട്ടിൽ ഓടുന്ന ഒരു ബസ് ഇറങ്ങാൻ പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ്. ആ ബസ് നമുക്കൊന്ന് കാണാം. നമ്മുടെ ബാക്കിൽ കാണുന്ന ഈ ബസ്സാണ് നമ്മുടെ ഈ റൂട്ട് ഓടാൻ പോകുന്ന ബസ്. അപ്പോൾ ഏതായാലും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് ആശ്വാസമാകുന്ന കുറച്ച് ഈ ചൂട് സമയത്തൊക്കെ വലിയ ഉപകാരമാകുന്ന രീതിയിൽ ഒരു ബസ് തൊഴിലാളിയായി സേവനമനുഷ്ഠിച്ച് പ്രവാസ ജീവിതത്തിന് ശേഷം ബസ് എടുത്തുകൊണ്ട് ആ ബസ്സിനെ മാറ്റി ഇപ്പോൾ AC ബസ്സായിക്കൊണ്ട് പുനലൂർ ടു ചണ്ണപ്പട്ടയിലേക്ക് പോകുന്ന ഒരു AC ബസ്സാണ് നമ്മുടെ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരമാകും. കാരണം നമ്മുടെ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ചില സമയത്ത് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ആ ചൂടിനെ അതിജീവിക്കാൻ നമുക്ക് സാധാരണമായി നോർമലി ബസ്സുകളാണ് നമ്മുടെ ഉള്ളത്. പക്ഷേ പ്രൈവറ്റ് സെക്ടറിൽ ആദ്യമായിട്ടാണ് കൊല്ലം ജില്ലയിലും സമീപ ജില്ലകളിലും ഒക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കുന്നത്. കാരണം പ്രൈവറ്റ് ബസ് ഫർഹാൻ എന്ന് പറയുന്ന ബസ്സിന്റെ ഓണറാണ് ഈ ഒരു വലിയ ഒരു സംഭവം ഈ ജനങ്ങൾക്ക് എത്തിക്കാൻ പോകുന്നത്. ഇത് 20-ാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തായാലും അതിന്റെ ഓണർ നമ്മോടൊപ്പം ഉണ്ട്. ആ ബസ്സിന്റെ വിശേഷങ്ങളൊക്കെ ബാക്കി നമുക്ക് നേരിട്ട് കാണാം. അകത്തെ ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് നോക്കാം. വാ, അടിപൊളി പുത്തൻ ബസ്സാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാണ്ട് എല്ലാ സീറ്റുകളിലും അടിയിലും ഫാൻ സൗകര്യങ്ങളും അതുപോലെ തന്നെ ചാർജിങ് പോർട്ടും ഒക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ ഇതിനകത്ത് ചാർജിങ് പോർട്ടുകൾ എല്ലായിടത്തും ഉണ്ട്. കണ്ടോ, ഇതിനകത്തെല്ലാം ചാർജിങ് പോർട്ടുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. കാരണം അതുപോലെ നല്ല ഫാൻസ്, നല്ല സീറ്റിങ്ങും, എമർജൻസി ഡോറ്, നമുക്ക് അത്യാവശ്യം പുറത്തേക്ക് ഇറങ്ങാനുള്ള എമർജൻസി ഡോറ്, അപ്പോൾ എല്ലാ സൗകര്യവും. അതുപോലെ CCTV ക്യാമറ, അപ്പം 2 CCTV ക്യാമറ ഉണ്ട്. അപ്പോൾ അതുപോലെ ഫ്രണ്ടിലും ഉണ്ട് ക്യാമറ. അപ്പോൾ എല്ലാ നല്ല പാട്ടൊക്കെ കേൾക്കാനുള്ള നല്ല സെറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സീറ്റിനൊക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് സാധാരണ പ്രൈവറ്റ് ബസ്സിലൊക്കെ ചില ബസ്സിലേക്ക് കയറുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള ഒരു കംഫർട്ട് കുറവായിരിക്കും. പക്ഷേ ഇത് നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. നല്ല ഇത്രയും ഗ്യാപ്പൊക്കെ നല്ല ഇരിക്കാൻ വേണ്ടി നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ LED സിനിമ ഒക്കെ കാണാനും അതുപോലെ പാട്ടൊക്കെ കേൾക്കാനും ഒക്കെ അവിടെ LED ഒക്കെ അതിനകത്തുണ്ട്. അപ്പം എല്ലാം കൊണ്ടും നല്ല സൗകര്യത്തിലൂടെയാണ് ഈ ഒരു ബസ് ഇറങ്ങാൻ പോകുന്നത്. AC ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഇരിക്കുന്നത് AC ബസ്സിൻ്റെ ഉള്ളിലാണ്. ഈ AC ബസ്സിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതാണ് ഇതിൻ്റെ ഓണർ. ഇദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എന്താണ് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് വരാനുള്ള കാര്യം എന്നൊക്കെ. ഓക്കെ, എന്താ പേരെന്താ? എൻ്റെ പേര് റഷീദ്. എത്ര വർഷം കൊണ്ടായി ഈ പ്രൈവറ്റ് ബസ് മേഖലയിലുണ്ട്? പ്രൈവറ്റ് ബസ് മേഖലയിൽ മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10-25 കൊല്ലത്തിന് മുകളിലായിട്ടുണ്ട്. ഫർഹാൻ ബസ് നിങ്ങളുടെ ആണല്ലേ? ഫർഹാൻ ഇപ്പം നിലവിൽ ചണ്ണപ്പട്ട പുനലൂർ ഓടുന്ന വാഹനം എൻ്റെതാണ്. അപ്പോൾ എന്താണ് ഈ AC ബസ് എന്ന് പറഞ്ഞ സംരംഭത്തിലേക്ക് വരാനുള്ള ഒരു കാര്യം? പ്രദേശത്തുള്ള ആളുകൾക്ക്, സാധാരണക്കാർക്കൊക്കെ ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യാൻ വേണ്ടി എന്താണ് അതിനുള്ളൊരു കാര്യം ഉണ്ടായത്? അല്ല, ഞാൻ പ്രവാസിയായപ്പോഴേ അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ വാഹനങ്ങളിലും AC ഉണ്ട്. അപ്പോൾ അന്നേരം എൻ്റെ മനസ്സിലൊരു ആഗ്രഹം, എന്തെങ്കിലും നാട്ടിൽ പോയി ഈ ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ, ഒരു സർവീസ് എടുക്കുകയാണെങ്കിൽ, ഒരു പുതിയ ഒരു വാഹനം എടുത്ത് എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അന്നേരം നല്ലൊരു യാത്രാ സൗകര്യം പൊതുജനങ്ങൾക്ക് കൊടുക്കണമെന്ന് ഒരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അതിനുവേണ്ടി ആ ചിന്ത മനസ്സിൽ കിടന്നതുകൊണ്ട് അന്ന് മുതലേ അതിനുവേണ്ടി പ്രയത്നിച്ചു. ഇത് നിലവിൽ ഇത് കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ബസ് വരുന്നത്? കൊല്ലം ജില്ലയിൽ ആദ്യത്തെ പ്രൈവറ്റ് മേഖലയിൽ ആദ്യത്തെ വാഹനമാണിത്. അപ്പോൾ സുഹൃത്തുക്കളെ, കൊല്ലം ജില്ലയിൽ തന്നെ ആദ്യത്തെ പ്രൈവറ്റ് ബസ് ഓടുന്നത്, ആദ്യമായി AC ബസ് ഓടുന്നത്, അത് ഈ ഏത് റൂട്ടായി പോകുന്നത്? ഇത് പുനലൂർ ചണ്ണപ്പട്ടയ്ക്ക് ഓടിക്കാനാണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. ആ പ്രദേശത്തൊക്കെ ഉള്ള സാധാരണക്കാരാണ്, ഏറ്റവും സാധാരണക്കാരായ ആൾക്കാരാണ് അവിടെ ഉള്ളത്. വിദ്യാർത്ഥികളും വനപ്രദേശവും അങ്ങനെ അടങ്ങിയ കർഷകരും അങ്ങനെയൊക്കെയുള്ള തൊഴിലാളികൾ അടങ്ങിയ ഒരു മേഖലയാണത്. അത് ഈ റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? റേറ്റിലൊന്നും ഒരിക്കലും ഒരു വ്യത്യാസമില്ല. നല്ല യാത്രാ സൗകര്യം കൊടുക്കാൻ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്നതിന് മാക്സിമം സൗകര്യം ഞങ്ങൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അല്ല, സാധാരണ നമ്മളിപ്പം ബസ്സിനകത്ത് പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ ആയിട്ട് ചാർജ് ഈടാക്കുന്നുണ്ടോ? ഇല്ലില്ല, ഒരു ചാർജ് ഈടാക്കുന്നില്ല. അല്ല, ഇത് തന്നെ സെയിം ടിക്കറ്റ് ചാർജിൽ AC യാത്ര അവർക്ക് കൊടുക്കുക. എന്തായാലും വലിയ ഒരു സംഭവമാണ്. കാരണം ഇത് നിങ്ങൾക്ക് മുതലാവോ ഇങ്ങനെ പോകുമ്പോൾ? മുതലാവുമെന്ന് വെച്ചാൽ ജനങ്ങൾ നമ്മളോടൊപ്പം സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുതലാവും. ജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ അവർ സഹകരിക്കും. എല്ലാവിധ അഭിനന്ദനങ്ങളും കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ സുഹൃത്തുക്കളെ, 38 സീറ്റുള്ള ഒരു
പുതിയ വാഹനമാണിത്. ഇത് 20-ാം തീയതി MLA ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് ഇത് കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലൂടെ സഞ്ചരിക്കുകയാണ് AC ബസ്. അപ്പോൾ ഇനിയുള്ള ചണ്ണപ്പട്ടയിലേക്കൊക്കെ പോകുന്ന ആളുകൾക്കും അതുപോലെ പുനലൂരേക്കൊക്കെ പോകുന്ന ആളുകൾക്കും സെയിം ടിക്കറ്റ് റേറ്റിൽ നമുക്ക് ഈ AC ബസ്സിൽ യാത്ര ചെയ്യാന്നുള്ളത്. അങ്ങനെ പ്രൈവറ്റ് സെക്ടറിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ജില്ലയിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് തന്നെ. അപ്പോൾ എന്തായാലും എല്ലാവരും സഹകരിക്കുക. ഈ ഒരു ബസ്സിന് വേണ്ടുന്ന വിജയം. അതുപോലെ ഒരു വലിയ മുതലാളിയൊന്നുമല്ല, ഒരു ബസ്സിൻ്റെ ഓണർ. അദ്ദേഹം പ്രവാസിയായിരുന്നു. അദ്ദേഹം അതിനു മുമ്പ് നിലവിൽ ഒരു ഡ്രൈവറായിരുന്നു, ഇവിടെ ബസ് ഡ്രൈവറായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു ഇങ്ങനൊരു സംഭവം ചെയ്യുക എന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് എന്ന് ഈ ഒരു കാര്യത്തിൽ. അപ്പം എല്ലാവരും ഈ ഒരു ബസ്സിന് വേണ്ടുന്ന സ്വീകരണവും വലിയ ഒരു സംഭവമാണ്. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം AC ബസ് എന്നൊക്കെ പറഞ്ഞ സ്വപ്നം നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് സെക്ടറിലൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ മാറ്റമാണ് എന്ന് നമ്മുടെ പ്രദേശത്ത് മാറ്റമാണ്. അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇതിനകത്ത് ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.